ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ ഫസ്റ്റത്തെ ഓൺ വോയിസ് വീഡിയോയാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തതിൻ്റെ ഓൺ വോയിസ് വീഡിയോ അല്ല. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും, നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തേത് പാക്കിൻ്റെ ഒരു പോഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. പോഷ് അടിപൊളി ഷെയ്ഡാണ്. ആ ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്ത് തീരാറായി ആക്ച്വലി. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 600 സംതിങ് ആണ്. ഇതിൻ്റെ മിനി പാക്കിന് വരുന്നത് 300 ആണ്. ഇതൊരു 600 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഷെയ്ഡാണ്. അതായത് ഒരുപാട് ഡാർക്ക് ഷെയ്ഡിലേക്കും പോവില്ല, ഒരുപാട് ന്യൂഡിഷ് ഷെയ്ഡിലേക്കും പോവില്ല. ഐ തിങ്ക് ഇതെല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡും കൂടെയാണ് ഇത്. എന്താണ്ടൊക്കെ ഇരുന്ന് പറയും, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഫസ്റ്റ് വീഡിയോ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാക്കും. അടുത്തത് മെബ്ലൈൻ്റെ ലിക്വിഡ് മാറ്റാണ്. മെബ്ലൈൻ്റെ ഇത് ഷെയ്ഡ് വന്നിട്ട് 24 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 സംതിങ് ആണ്. 200 റേഞ്ചാണ് ആക്ച്വലി വരുന്നത്. അത് 400 റേഞ്ചിലാണ്. ഓഫേഴ്സൊക്കെ ഉണ്ടാകും. എനിക്ക് വലിയ ഉറപ്പില്ല, ഞാൻ മറന്നു ഇത് എന്താ റേഞ്ചെന്ന്. പക്ഷേ ഇത് വരുന്നത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡിനേക്കാളും ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. അതായത് ഇതിനേക്കാളും കുറച്ചും കൂടി ന്യൂഡായിരിക്കും. എനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് പോലെ തോന്നും, പക്ഷെ ഇതിനേക്കാളും ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും ആണ് ഈ ഷെയ്ഡ്. ഇത് നല്ല പോലെ ലാസ്റ്റ് ചെയ്യും. മറ്റേ പാക്കിൻ്റെ മതിയായിരുന്നു, നല്ല പോലെ ലാസ്റ്റ് ചെയ്യും. ഇത് നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അടുത്തത് നൈക്കയുടെ മാറ്റ് ലിപ്സ്റ്റിക് തന്നെയാണ്. പ്രോം ഡേറ്റ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഇപ്പം ഞാൻ ഇട്ടേക്കണേക്കാളും ഒരു സ്റ്റെപ്പ് കുറച്ചും കൂടി ഡാർക്കാണ്. ഇത് കുറച്ച് ഡാർക്കാണ്. നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നല്ലതാണ്. അടുത്തത് ഇത് ഹുദ ബ്യൂട്ടിയുടെ ആണ്. കുറച്ച് കോസ്റ്റ് ഉണ്ട്. ഷെയ്ഡ് വന്നത് തേർഡ് ഡേറ്റ് ആണ്. ഇതിൻ്റെ തന്നെ എനിക്ക് ഇതും ഹുദ ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റ് തന്നെയാണ്. 2 ഹുദ ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റിൻ്റെ കയ്യിൽ. അപ്പം അറിയായിരിക്കും ഇത് എത്രത്തോളം നല്ലതാണെന്ന്. ഇതോടാൻ പോയിരിക്കും. കണ്ടോ, ഇത് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു തേർഡ് ഡേറ്റ് എനിക്ക് എൻ്റെ ലിപ്പിലിടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു നൈറ്റ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ഓക്കെയാണ്, ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇത് നല്ലപോലെ മാച്ച് ചെയ്യാറുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3000 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ കുറേ നാളത്തേക്ക് നിൽക്കും. അതായത് ഇതിൽ കുറച്ച് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇതിലല്ല, ഇതിൻ്റെ കവറിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അത്രയും തന്നെ നിൽക്കും, കാരണം അത്ര നല്ലൊരു ഷെയ്ഡാണ്. അടുത്തത് ബോബി ബ്രൗൺ ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളതിൽ ഏറ്റവും റേറ്റ് കൂടിയ ഐറ്റം ഇതായിരിക്കും. ടോസ്റ്റഡ് ഹണിയാണ് ഷെയ്ഡ് വരുന്നത്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചതല്ല. എനിക്കിത് എവിടെന്നോ ഗിഫ്റ്റ് കിട്ടിയത്. എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ്. ഓക്കെ, ടോസ്റ്റഡ് ഹണിയാണ്. ടോസ്റ്റഡ് ഹണി 72. അടിപൊളി ഷെയ്ഡാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡിഷ് പിങ്ക്
കളറാണ് ഇത് വരുന്നത്. അല്ല, പിങ്ക് അല്ല, പീച്ച് കളറാണ്. ഒരു കുറച്ച് ഗ്ലോസി ഫീലൊക്കെ ഉണ്ടാകും ഇതിട്ടാലും. ഒരു ഷൈനിങ് വരുന്നുണ്ടല്ലോ, അതാണ് ഈ ഒരു ലിപ് ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4000 സംതിങ് എന്ന് തോന്നുന്നു, 4000 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷെ എനിക്കിത് എന്തോ ഞാൻ വാങ്ങിച്ചപ്പോൾ എന്തിൻ്റെയോ കൂടെ എനിക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ്. അടുത്തത് ഇത് സുഡിയോന്ന് ഞാനൊരു ലിപ് ഡ്രിപ്പ് വാങ്ങിച്ചതായിരുന്നു. ലിപ് ഡ്രിപ്പ് ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ഒരു പീച്ച് ഷെയ്ഡ്. നമ്മളിപ്പോൾ നേരത്തെ ബോബി ബ്രൗൺ കാണിച്ചില്ലേ, ആ ഒരു ഷെയ്ഡൊക്കെ തന്നെ, അതിലും കുറച്ചും കൂടെ ലൈറ്റ് ആണെന്നുള്ളൂ. ഇത് കണ്ടൊരു പീച്ച് ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 200 സംതിങ് എന്തോ ഉള്ളൂ. പിന്നെ ഇതിവിടെ ഒരു മാറ്റ് ആണ്. ഇവിടെ ഒരു ഗ്ലോസിയാണ്. സോ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം. ഇതാണ് ഗ്ലോസി വരുന്നത്. പക്ഷെ ഗ്ലോസി ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും. പക്ഷെ മാറ്റിൻ്റെ ഈ ഷെയ്ഡ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഇരിക്കും. നല്ലൊരു ഷെയ്ഡാണ്. ഡെയിലി വെയറിനൊക്കെ ഓക്കെയാണ്. അടുത്തത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ബ്രേക്ക് ത്രൂ. ഇത് 2000 ആ റേഞ്ചിൽ വരുന്നതാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു. ഇതിപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് എന്ത് ഷെയ്ഡാണ് വരണതെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മൾ ഇപ്പം ഞാൻ ഇട്ടിട്ടില്ലേ ആ ഒരു ഷെയ്ഡിനേക്കാളും ജസ്റ്റ് കുറച്ച് ലൈറ്റ് ആയിരിക്കും. പക്ഷെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലും ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ച പാക്കിൻ്റെ ഇത് തന്നെയാണ്. ഇത് ലിപ്സ്റ്റിക് ആയിരുന്നേ. എനിക്ക് അത്ര ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് ഷുഗറിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഇത് ഹണി റൈഡർ. ഇതൊക്കെ യൂസ് ചെയ്ത് ഇത്രയായി. ഇത് നല്ല ക്രയോൺ ആയിട്ട് നല്ല വലുതായിരുന്നു. ഇത് 899 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇടയ്ക്ക് ഓഫേഴ്സ് ഉണ്ടാകും. നല്ലതാണ്, നല്ല പോലെ ലാസ്റ്റ് ചെയ്യും. എനിക്ക് പേഴ്സണലി നല്ല പോലെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. അതൊട്ടുമില്ല, ഞാൻ യൂസ് ചെയ്ത് ഇത്ര ബാക്കി. 17 ബ്രാൻഡി, അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്. ഇതും ഞാൻ നല്ല പോലെ യൂസ് ചെയ്യുന്നു. കണ്ടു തന്നെ അറിയാം. ഇത് പാക്കിൻ്റെ, ഇത് നൈക്ക, സുഡിയോ ഒക്കെ. മറ്റ് ബോബി ബ്രൗണും ഹുദ ബ്യൂട്ടിയും ഒക്കെ ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിലാണ് ഞാൻ യൂസ് ചെയ്യുക. നല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ട ടൈമൊക്കെ വരുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതിൽ വരുന്നത് ലിപ് ലൈനേഴ്സാണ് കേട്ടോ. ലിപ് ലൈനേഴ്സ്. ഇത് ഷുഗറിൻ്റെ വൂഡഡ് ബൈ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ ലൈൻ ചെയ്തിരിക്കുന്നത് ഈ ഷെയ്ഡാണ്. ഇതിന് 500 സംതിങ് ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. അടുത്തത് പാക്കിൻ്റെ തന്നെ. ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് എനിക്ക് അറിയില്ല. മീൻസ് ഇതിനെ കുറേ തപ്പിയിട്ട് എനിക്ക് കാണുന്നില്ല. ഇത് ബ്രൗൺ ടു ഇനിയിപ്പോൾ അതാണോ ഷെയ്ഡെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി അതാണോ ഷെയ്ഡെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് ദിസ്. പിന്നെ ഇത് സ്പൈസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ച് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇപ്പോൾ 38ഉം അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡായിരിക്കും നല്ലത്. സ്പൈസ് ഷെയ്ഡാണ്. ഇതിൻ്റെ
ഇത് ബ്രാൻഡ് ഇത് ഞാൻ യൂറോപ്പിൽ നിന്ന് പ്രിമാർക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. യൂറോപ്പിൽ പോയപ്പോൾ അവിടുത്തെ പ്രിമാർക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇതിൻ്റെ ബ്രാൻഡൊന്നുമില്ല. ഇവിടെ എഴുതിയിരുന്നത് പ്രിമാർക്ക് എന്നാണ്. അതെ, എമൗണ്ട് എഴുതിയിട്ടുണ്ട് 1.50 യൂറോ. അപ്പോൾ പക്ഷെ ഇത് നല്ലതാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ നമ്മുടെ നാട്ടിൽ തപ്പിയിട്ട് എനിക്ക് കിട്ടണില്ല ആക്ച്വലി. സോ യെസ്, അത്രേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അതെനിക്ക് നല്ലപോലെ അറിയാം. എന്തായാലും ക്ഷമിക്കുക. ഓക്കെ, ബൈ.